പ്ലസ് സ്പീഡ് കൂടിയല്ലേ. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഷാറായിട്ട് കാണട്ടോ അവിടെ. നമ്മളൊന്ന് കാണുന്ന വിചാരിച്ച് നമ്മൾ കണ്ടിരിക്കും അല്ലേ? അല്ല പിന്നെ നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇവിടെ എത്തി. വെൽക്കം ബാക്ക്, ഷെബിയാണേ. ഞാനുണ്ട്, അതുപോലെ മുത്തുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ചെരുപ്പടിമലി പോവാണേ. കുറേ ദിവസമായി പോകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ശരിക്കും വഴി അറിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. അപ്പം ഏകദേശം നമ്മൾ എത്താനായി. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാൻ കോറികളാൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിട്ടത്. നല്ല രസമല്ല റോഡിലെ. അതെ, സൈഡിൽ നിന്നാണ് മോനെ അങ്ങോട്ട് നോക്കിയാ. Take the next left. അടിപൊളിയില്ലേ? In 300 meters, turn right toward Cheruppadimala Road. Take the next right toward Cheruppadimala Road, then make a U-turn. ഞങ്ങൾ ചെരുപ്പടിമല എത്തിട്ടോ. ഞാനുണ്ട്, മുത്തുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കരിപ്പൂർ എയർപോർട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ ചെങ്ങ ഇതൊരു മുണ്ടൽ ഒന്നുമില്ല, എന്നതിന് ഓഫായിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിമാനങ്ങൾ ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ റൺവേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ റോഡ് പണിയാണ്, അതുകൊണ്ട് നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റാൽ പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇതുവരെ എത്തിയപ്പോൾ പിന്നെ മൊത്തം ഇവിടെ ക്രഷറുകളാണ്, കോറികളാണ്. ഇതവിടെ താഴെ ഉണ്ട്, കോറിൻ്റെ കൂടെ ഇവിടെ ഉണ്ട്, അവിടെ ഒന്നുണ്ട്. നമ്മളെന്തായാലും വിമാനം ഇറങ്ങാൻ കാണാതെ പോകില്ല. അധികം ആൾക്കാർക്കൊക്കെ അറിയലുണ്ടാവും ഇവിടെ. പക്ഷെ നമ്മളെപ്പോഴും വൈകിയാണല്ലോ മുത്ത് വരിക. നമ്മളൊന്നും നേരത്തെ വരലില്ലല്ലോ. നല്ല വെയിലാട്ടോ അവിടെ. ഏതായാലും വിമാനം വരട്ടെ, ഞങ്ങൾ ഇവിടെ ഉള്ളിലൊക്കെ ഒന്ന് നിന്നോക്കാം. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നാലും അതുപോലെ രാത്രി ആവാൻ നേരത്തെ ഒരു 6 മണിയാകുമ്പോഴേക്ക് വന്നാൽ ഇത് കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ മൊത്തം കോട മൂടിയാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. വരികയാണെങ്കിൽ നട്ടുച്ചയ്ക്ക് തന്നെ എന്നാൽ കാണാം. ഈ കാണുന്ന റൺവേ ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ കരിപ്പൂർ എയർപോർട്ട്. ഇതിൽ നമുക്ക് വിമാനം വരുന്നൊക്കെ കാണാൻ പറ്റും, ഇറങ്ങണതൊക്കെ. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ട കാണുന്നുണ്ട്. നമ്മളെ ഫോണിന് ഇത്രേ സൂമിങ് ഉള്ളൂ, അതാ പ്രശ്നം. എന്തായാലും വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നിനെ പൊക്കും. ചെരുപ്പടിമലയിൽ വന്നിട്ട് വിമാനം കാണാൻ വന്ന എൻ്റെ മുത്തുൻ്റെ അവസ്ഥ ഇപ്പം നമ്മൾ ആരായി. അവിടെ എന്താ ക്രഷർ വ്യൂ. ഇങ്ങോട്ട് എന്തായാലും വണ്ടികൾ തന്നെ പേടില്ല. എത്രയും കാണണ്ടോ അവിടെ? എന്ത് അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ശരിക്ക് കാണട്ടത്. എയർപോർട്ടും ഒക്കെ നല്ല ഉഷാറായിട്ട് കാണാൻ പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വന്ന് ഇത്രയും സമയമായിട്ടും ഇതുവരെ ഒരു വണ്ടി ഇറങ്ങണതായിട്ട് കണ്ടിട്ടില്ല. ടേക്ക് ഓഫ് ചെയ്യണം കണ്ടില്ല. ഏതായാലും വരെ നേരം നമ്മൾ കുറേ നേരം നിന്നു, ഒരു വണ്ടി ഇതുവരെ വന്നില്ല. നമ്മൾ റഡാർ ബോട്ട് എടുത്ത് നോക്കിട്ടോ, ഫ്ലൈറ്റ് റഡാർ ഈ ഒരു ആപ്പ് നോക്കിയിട്ട് ഇതിലും ഫ്ലൈറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ഇറങ്ങാൻ എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഇൻഡിഗോ കാണിക്കുന്നുണ്ട് ഒരു 2:35 ആകുമ്പോൾക്ക്. എനിക്കൊണ്ട് അതിൻ്റെ മുന്നിലൊന്നും ഇനി ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് പോലെ എന്നാ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങട്. നമ്മൾ
ലാൻഡിങ് നോക്കുള്ളൂ, ടേക്ക് ഓഫ് നോക്കില്ല. ടേക്ക് ഓഫിൽ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട് ഇറങ്ങാൻ, അല്ല ടേക്ക് ഓഫ് ചെയ്യാൻ. അത് 11:45 ടേക്ക് ഓഫ് ചെയ്യുക. ഇപ്പം ഏകദേശം ഒരു 11:15 ആ റേഞ്ചൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൊങ്ങുന്നത് കാണാം. നമുക്ക് അന്നീന് മുതലാണ്ടല്ലോ എത്തുക, നമ്മൾ കാത്തുക്കും. അല്ല നീ ടേക്ക് ഓഫ് ഞാൻ അപ്പുറത്തൂടെ പൊങ്ങുമോ? നോക്കാലേ നമുക്ക് ആ വിമാനത്തിലൊക്കെ എത്രമാനം ആൾക്കാർ പോകുന്നുണ്ടാവും അല്ലേ? ശരിക്കും എന്താ പറയുക, ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ ഇതിവിടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിനായി കണ്ട ആ റൺവേ തന്നെയാണ്, എന്താ പറയുക നമ്മളെ എയർപോർട്ട് തന്നെയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ കുറേ മലകളും കുന്നുകളൊക്കെ കാണാം, വിമാനം ടേക്ക് ഓഫ് ചെയ്യണതും വിമാനം ലാൻഡ് ചെയ്യണതും അങ്ങനെയൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് അത്ര വലിയ തിരക്കില്ല. നമ്മൾ കാറ് അങ്ങനെ ആ തിരക്കവിടെ കൊണ്ടുവരുത്തിയിട്ട് നമ്മൾ ഇത്രയും ദൂരം നടന്ന് വന്ന് ഇവിടെ ചായക്കട ഉണ്ട്, ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഈ കാണുന്ന ഇരിപ്പുറത്തും ഇങ്ങനെ ഇരിക്കുക. നല്ല സുഖം അവിടെ. ഉച്ച ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. തണുപ്പൊക്കെ വന്നാൽ മതി ഇല്ലെത്തുവോ, തണുപ്പൊക്കെ വന്നാൽ മതി അറിയാം. നട്ടുച്ചക്ക് വന്നിട്ട് കാര്യമില്ല, കാര്യമൊക്കെ ഉണ്ട്, തിരക്കുണ്ടാവില്ല. ആ റൺവേ ഒരു രസമായിട്ട് നല്ല രസമുള്ളൊരു സംഭവം. 11:45 ഇവിടുന്ന് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് എന്താ ചെയ്യുക ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ച് തന്നു. അപ്പോൾ നമ്മളൊന്ന് കണ്ടിട്ട് നമ്മൾ പോകുള്ളൂ, കാണാൻ നോക്കാം. ഞാനും മൊത്തം എപ്പോൾ പോകുന്നതിന് അറിയാം നിങ്ങൾക്ക്, ഒരു വിമാനം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. 11:45 ഒരു ടേക്ക് ഓഫ് ഉണ്ട് കാരണം, അപ്പോൾ അതിനാണ് ഇപ്പോൾ കാത്തിക്കണത്. ഇറങ്ങാനേ ഒന്ന് വിളിച്ചോക്കാം, പൊങ്ങാനേക്ക് നോക്കാം. ഇത്രയൊക്കെ വന്നപ്പോൾ ഫോണൊക്കെ പിന്നെടുത്താൽ മതി. നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇവിടെ എത്തി. അത് വിമാനം എടുത്തിക്കണ്, വിമാനം പൊങ്ങാൻ പോവുകയാണ് ഗൈസ്. എന്താ ആളെ കയറ്റാൻ നിൽക്കുക? നമ്മൾ പറഞ്ഞില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ വർത്താനല്ല, ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കാണണ്ടോന്ന് അറിയില്ല, എന്തായാലും വണ്ടി പോകുന്നുണ്ട്. ഇത്ര സൂം ചെയ്തെടുക്കേ അങ്ങനെ ആക്കത്. ആ വീഡിയോ അല്ല, മറ്റേതിൽ നമ്മൾ സാധാ ഇതിൽ ഫോട്ടോ കൊടുക്കില്ലേ, അങ്ങനെ എടുത്താൽ മതി. ഫോട്ടോയിൽ വീഡിയോ. പ്ലെയിന് വരുന്നുണ്ട്, നമ്മൾ കാണുന്നു പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ അല്ലേ? അത് ടേക്ക് ഓഫ് ആണെങ്കിലും ലാൻഡിങ് ആണെങ്കിലും ഒക്കെ. ലാൻഡിങ് കാണപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിന്നില്ല 2 മണി വരെ. ഈ സൈഡിലെത്തിയാലോ, ഇപ്പം സൂം ചെയ്ത് നമുക്ക് കിട്ടും. ഇതിലെന്തോ ഒരു പുള്ളിക്കുത്തും ഉണ്ട്. ആ തിരിഞ്ഞിട്ട് ആൾ തിരിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് പൊങ്ങിയേക്കാറില്ല അങ്ങോട്ട്, അതേ കാരണം നടക്കണത്. ചാടാൻ പാടില്ല, ചാടിക്കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഞാൻ പറക്കണോ വേണ്ടേന്ന് ആലോചിച്ചാണ് കൊണ്ടുപോന്. അവിടെ പോണില്ലല്ലേ. അതൊന്ന് കുടിച്ചളത്ത് വിശ്വസിക്കാൻ പറ്റില്ല. 11:45 പറഞ്ഞാൽ ഇപ്പോൾ 11:50 12 ആവാനായി. നമ്മൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനല്ലാതെ. ഓക്കെ, അങ്ങനെ ആരെങ്ങനെ എന്നെ പോട്ടിരിക്കണ്. ആ പ്ലസ് സ്പീഡ് കൂടിയല്ലേ, അച്ചിങ്ങൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് പൊങ്ങിയേക്കാറ് മിക്കവാറും അതേ ആരാ. പൊങ്ങി പൊങ്ങി
സ്ഥിതിക്ക് എന്തേലും ഒന്ന് കിട്ടണ്ടേ. ദാണ്ടി പോണു നമ്മൾ ഫ്ലൈറ്റ്. നമ്മളൊന്ന് കാണുന്ന വിചാരിച്ച് നമ്മൾ കണ്ടിരിക്കും അല്ലേ? അല്ല പിന്നെ ഞങ്ങൾക്ക് ടേക്ക് ഓഫ് കാണുന്നതിന് പൂതിയ അത് നമ്മൾ കണ്ടു. ലാൻഡിങ് ഉണ്ട്, 2 മണി ആവുന്നുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം, അതും റെഡിയാണ്. പക്ഷെ നമുക്ക് കാണണ്ട. എന്നാൽ പിന്നെ പോവല്ലേ? എന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഷാറായിട്ട് കാണട്ടോ അവിടെ. അപ്പോൾ പിന്നെ വെയിലൊന്നും ഉണ്ടാവില്ല. റോഡ് പണി ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ പിന്നെ നല്ല വെയിലുണ്ട്, പട്ട വെയിലാണ്. നമ്മൾ വിമാനം കാണുമെന്ന് കരുതി കണ്ടു. ഇനി തിരിച്ചു പോവുക. റാഹത്തായിപ്പോ എന്നീര മുതലായില്ലേ? മതി. ശരിക്കും ഈവനിങ് ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഈവനിങ് ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. ഫാമിലിയും അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാം. ഇല്ലതോ അതിനൊക്കെ പറ്റൂലേ? നല്ല വ്യൂ ആണ് അവിടെ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. പിന്നെ നട്ടുച്ചക്ക് വരാൻ നിൽക്കണ്ട, എന്നിട്ട് കാറ്റില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഒക്കെ ആയിട്ട് വരാം. ഉഷാറാണ്. ഇവിടുത്തെ എന്താ പറയുക ഇതുണ്ടല്ലോ, എന്താ പറയുക ചെടി ഉണ്ടല്ലോ നമ്മൾ എൻട്രൻസിൽ വെച്ചേ, അതിൻ്റെ ചട്ടി വേണം. അപ്പോൾ അതിന് നോക്കി എന്താണ് നമ്മൾ